Hey guys, welcome back. Good morning. ഗുഡ് മോർണിംഗ്. Okay. നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എ ഡേ ഇൻ എ ലൈഫ്. നമ്മൾ എറണാകുളം വരെ പോന്നു അല്ലേ? അതെ. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് ദേവിയുടെ ലാപ്പ് ഒന്ന് റിപ്പയർ ചെയ്യണം, രണ്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, മൂന്ന് ഒരു കിടിലൻ ഫുഡ് ട്രൈ ഔട്ട് ചെയ്യാൻ അല്ലേ. ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ളൊരു ഒക്കെ ഉണ്ട്, പക്ഷെ എന്താവും അറിയില്ല. എന്നാലും നമ്മുടെ ഒരു ഫ്രണ്ട് കഴിച്ചിട്ട് അവള് പറഞ്ഞത് നല്ലതാ അല്ലേ, ട്രൈ ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളതും ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് രാവിലെ ഇറങ്ങി. അപ്പം ബാക്കി വിഷ്വൽസ് കാണിച്ചാലോ അല്ലേ. Destination by 9:30 a.m. In 200 meters, turn left. എന്താ രാവിലെ പറയാനുള്ളത്? Turn left. വിശക്കുന്നു. നമ്മളപ്പോ എവിടാ പോകുന്നേ? വിശപ്പുള്ളതുകൊണ്ട് ഇവിടെ നമ്മള് ആലപ്പുഴന്ന് കഴിക്കാന്ന് വിചാരിക്കുന്നത്. നല്ല റിവ്യൂ ആ Continue for ഗൂഗിളിലാ, 1 പക്ഷെ kilometer. കഴിക്കുമ്പോ അറിയാം നല്ല റിവ്യൂ ആണ്. 4.3 ഒക്കെ ഉണ്ട് റിവ്യൂ. അപ്പം അവിടെ രാവിലെ തന്നെ നോൺ വെജ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ആലപ്പുഴയിലെ. അത്യാവശ്യം നല്ല ഫേമസ് ആണ്, നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ രാവിലെ ബീഫ് കീമ അല്ലേ, ബീഫ് കീമയും ചിക്കൻ സ്റ്റൂ ഉണ്ട്, അപ്പൊ ചിക്കൻ സ്റ്റൂവും അപ്പവും കഴിക്കാം അല്ലാടോ. ഓക്കെ, അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് വരാട്ടോ. ട്രാഫിക് ഉണ്ട് കേട്ടോ. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഭയങ്കര പൊടിയുമാണ്, ട്രാഫിക്കും ഭയങ്കരാണ്. ഒരു ഗ്യാപ്പ് കിട്ടി അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. ഡിലേ ആക്കരുത്. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ ചെന്ന് കാണാം. ബൈ ഗൈസ്. നമ്മളത് എത്തി, റെസ്റ്റോറൻറ്റിലെത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാം. അല്ലേ, ചിക്കൻ സ്റ്റൂ, അപ്പം, പൊറോട്ട. ഗൈസ്, ബീഫ് കീമയാണ്. രണ്ടും നല്ല. കൊള്ളാം. എങ്ങനെയുണ്ട് ഒരു ഫീൽ? റിലാക്സ് ആണോ? നല്ല കാറ്റ്. എന്താ നല്ല കാറ്റാണ്. വീടില്ല വീടില്ല വീടില്ല. ഗൈസ്, അങ്ങനെ ഞാനും ഇതിൽ വലിഞ്ഞു കയറി. കൊള്ളാം സാധനം. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഫീലുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ കിടന്ന് ബുക്കൊക്കെ വായിക്കും. പക്ഷെ അത് കൊള്ളാം പരിപാടി. ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്ത്. ഇതായിരുന്നു സംഗതി. നൈസ്. നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാം, തിരിച്ചു പോവാം അല്ലേ. ഹാപ്പി. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു പോണേ. ഇനി എങ്ങോട്ടാ ദേവി? എറണാകുളം ഓഫീസിലോ? ലാപ്പ് റെഡി ആക്കണം. ഓക്കെ, ഹലോ. നമ്മളിത് സ്വപ്ന ഫേക്സിൽ വന്ന് ഇതായിട്ടൊന്ന് കളക്ഷൻ ഒക്കെ ഉണ്ടോ നോക്കാം അല്ലേ. നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്, അപ്പൊ അത് ഉണ്ടോന്ന് നോക്കാം ഇവിടെ. എന്താ വാങ്ങിയേ? ഗൈസ്, അങ്ങനെ നമ്മളൊരു സാരി വാങ്ങി. അങ്ങനെ ഫസ്റ്റ് ഷോപ്പിംഗ് ഇനി ഒന്നുണ്ട്. നിന്റെ ലിസ്റ്റായിട്ട് ഇറങ്ങിയേക്കണം.
സ്വപ്ന വെഡിങ്സ് ചേർത്തല അല്ലേ? ചേർത്തല അല്ലേ ഇത്? അല്ല, എരമല്ലൂരാ ഗൈസ്, സോറി, എരമല്ലൂര്. കൊള്ളാം, ഡീസന്റ് കളക്ഷൻ ഒക്കെ. വെഡിങ് കളക്ഷൻസ് കൂടുതൽ അല്ലേ? വെഡിങ് കളക്ഷൻസ് നല്ല ഉണ്ട് കളക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓഫീസ്. ഫൈനലി നമ്മൾ അരൂരായി. ശനി 11:30 ആയി. 11:30 ആയി. അരൂര് എത്തിയിട്ടേ ഉള്ളു ഗൈസ് നമ്മളിതുവരെ. നമ്മൾ അതിന്റെ ഇടയ്ക്ക് കണ്ടല്ലോ, സ്വപ്നയിലൊക്കെ കേറി ഒരു ചെറിയ സാരി പർച്ചേസ് ചെയ്തു. ഉണ്ടിനി ബാക്കി ഷോപ്പിംഗ് കിടക്കുന്നു. ഓണം ഷോപ്പിംഗ്. അങ്ങനെ ഞങ്ങൾ അരൂരെത്തി. ഇവിടെ കുഴപ്പമില്ലല്ലേ, നേരത്തെ വന്നതിന്റെ അത്ര ട്രാഫിക് ഒന്നും ഇല്ല. റോഡ് വളരെ മോശമായി. ഇപ്പൊ കൊറേയൊക്കെ അവര് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പബ്ലിക്കിന് പോകാം എന്നുള്ള രീതിയിൽ വലിയ ട്രാഫിക് ഇല്ല, എന്നാലും ഉണ്ട്. നമുക്ക് ആ സ്മൂത്ത് ഡ്രൈവിംഗ് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കുറെ ഇടമൊക്കെ മൂവിങ് ആണ്. നമുക്കിങ്ങനെ ഫ്ലോലി പോകാം. ഒരു എന്താ പറയാ, ഒരു ട്രാഫിക് ആയിട്ട് എങ്ങും വരുന്നില്ല അല്ലേ? രാവിലെയൊക്കെ നല്ല ട്രാഫിക്കാ. ആണോ? ഓക്കെ, രാവിലെയൊക്കെ നല്ല ട്രാഫിക്. ഈ സമയം ആയതുകൊണ്ടായിരിക്കും 11:30 കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു ട്രാഫിക് ഒന്നും ഇല്ല. ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ കുഴപ്പമില്ല. ട്രാഫിക് വരുമ്പോഴല്ലേ നമുക്കൊക്കെ ഭയങ്കര എന്താ പറയാ, ഇറിറ്റേഷൻ. നമ്മൾ അങ്ങനെ എത്തി കേട്ടോ. ദേവിയുടെ ഓഫീസ്, ഇതാ ഓഫീസ്. പ്രസ്റ്റീജിന്റെ ബിൽഡിംഗ് കേട്ടോ, അതാണ് ഓഫീസ്. നമ്മളങ്ങനെ മാന്നാറൊന്ന് 4 മണിക്കൂർ കൊണ്ട് ഇവിടെ വരെ എത്തി. സ്റ്റുഡിയോ എന്ന് പറയാം. അത് ഒരു ടോക്കൺ അവര് തന്നു, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി. ഇവിടെ ഓഫീസ്. ഓക്കെ, ഇവിടെ കാണാൻ പാർക്ക് ചെയ്യേണ്ടി വരും. പാർക്ക് ചെയ്തിട്ട് വരാവേ. ID കാർഡ് ഇല്ല, ഞാൻ നമ്മളൊന്നും പെട്ടെന്ന് വരുമോ? ഇവിടെ H&M H&M കയറാം. കയറി നോക്കാം. മെൻസ് കളക്ഷൻസ് ഉണ്ടോ? മെൻസ് കളക്ഷൻസ്. എനിക്കൊരു വൈറ്റ് ഷോർട്സ് വേണം ആക്ച്വലി. നല്ല വൈറ്റ് ഷോർട്സ് ഉണ്ട്, എടുക്കാം. ഷോർട്സ് നോക്കാം. വൈറ്റ് ഷോർട്സ്. പക്ഷെ ഇത് ഇച്ചിരി ാണ്, ഇത്രയും വലുത് എനിക്ക് വേണ്ട. പക്ഷെ ഒരു ടൈറ്റ് ഷോർട്സാ വേണ്ടേ. ബ്ലാക്ക് ഫിറ്റ് ആണ്. അങ്ങനെ ഒരു വൈറ്റ് ഷോർട്സ് കിട്ടി, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാനിതാ നോക്കിക്കൊണ്ടിരുന്ന ഒരു വൈറ്റ് ഷോർട്സ് വേറെ ഉണ്ട്. ആക്ച്വലി ഇതും കൊള്ളാല്ലേ, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം അല്ലേ. സ്മോൾ. ഓക്കെ, റേഞ്ച് വേണ്ട, ഡിഫറെൻ്റ് വേണ്ട ഗൈസ്. ഞാൻ ഇത്രയും സെലക്ട് ചെയ്ത് there she comes. She's back. എന്തായി? 5 മണിയാകുമ്പോഴത്തേക്ക് ചെല്ലണം. ഞാൻ ഇതൊക്കെ സെലക്ട് ചെയ്ത്. വാ നോക്കാം. ID റിമൂവ് ചെയ്ത് ഇവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു. കൊള്ളാം, ഇതെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ക്യൂബൻ കോളേഴ്സ്.
അല്ല കൊടുത്തിട്ടൊന്നും അല്ല, നല്ലോടു പക്ഷെ ക്യൂബൻ കോളറാണോ? ഷോർട്സ് വേണമെന്ന് പറഞ്ഞില്ലേ? എടുത്ത് ഞാൻ വൈറ്റ് ഷോർട്സ് നോക്കാം. ആണോ അത്? കണ്ടോ, രണ്ടു പ്രോഗ്രാം എടുത്തത്. റൈറ്റ് ചെയ്യണേ. കട്ടിയുള്ള എടുക്കാറ്. ട്രാൻസ്പെറന്റ് ആവും. വീട്ടിലാണോ? ഇത് പറ്റത്തില്ല. ഓക്കെ, ട്രാൻസ്പെറന്റ് വേറെ നോക്കാം. കൊള്ളാം. അവിടുന്ന് ആ കോട്ട് സെറ്റ് വാങ്ങി നമ്മൾ തിരിച്ച് പോവാണ്. ഡ്രൈവർ മാറിയിട്ടുണ്ട്, ഞാനല്ല, മേഡമാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. സി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടോ. നമ്മൾ ഇനിയും പോത്തീസിലോട്ടാ പോകുന്നത്. പോത്തീസിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ലൊക്കേഷൻ ഇടാം. ഓക്കെ, അപ്പം ബൈ ബൈ. തനിക്കിനി എപ്പോഴാണ് ഇവിടെ തിരിച്ചു വരണ്ടേ? എനിക്ക് 4:30 ആകുമ്പോ എത്തണം. ഓക്കെ, സോ അതുവരെ നമുക്ക് ഷോപ്പിംഗ് 5 മണിക്ക് മുന്നേ നമ്മൾ ഓ, ഞാൻ ഫസ്റ്റ് ടൈം പോത്തീസ് കാണാം. ഉണ്ടോ? ഷോപ്പിംഗ് മോളാണോ? ഓക്കെ, മേക്കപ്പ് സെക്ഷൻ എല്ലാം ഉണ്ട് ഗൈസ്. അമ്മയ്ക്ക് ഇതും അമ്മയ്ക്ക് അതേ ഉള്ളൂ അല്ലേ? സാരി ഗൈസ്. തന്നെ കാണാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ, ഒരുപാട് സാരീസ്. ഫ്ലോർ ഐ തിങ്ക് എൻഡ് വരെ ഫുള്ള് സാരി. ആ, ഇത് കൊള്ളാല്ലേ? അത് കൊള്ളാം. വേറെ കളേഴ്സ് ഉണ്ട് മോഡൽക്ക്. ഗ്രീൻ ബ്ലൗസ് വരുന്നതില് അതുള്ളവേ നല്ല കളർ. നല്ല കളർ. ഈ 2 കളറേ ഉള്ളൂ. അല്ലേ? നല്ല കളർ. ഇത് നല്ല കളർ. പുറത്ത് വെച്ചു നോക്കും, ഈ ലൈറ്റ് കാണുമ്പോൾ നല്ല കളറാണ്. അത് സെലക്ട് ചെയ്തു. പിന്നെ ഇത്, പിന്നെ ഇത്. വെച്ചു നോക്കാം. ഓറഞ്ച് കൊള്ളാം.
ഇതിനൊക്കെ അടുപ്പിതാ അല്ലേ? ആ ഗ്രീനാ നല്ല. ഇതൊരു ലൈറ്റില് ഭയങ്കര ഭയങ്കര തിളക്കമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് സൺലൈറ്റിൽ കാണാൻ പോവാ അല്ലേ? ഉം. അങ്ങനെ നോക്കിയാലേ കറക്റ്റ് അറിയുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കാൻ പോവാ. അത് ഇവിടുന്ന് സൺലൈറ്റ് വ്യൂ. സൺലൈറ്റിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഈ കളർ അമ്മയ്ക്ക് ഏ? അമ്മയ്ക്ക് ഇട്ടത്. ഉണ്ട്. അപ്പം ഏതാ വേണ്ടേ? ഇതില്ല, ഇതെടുക്കാം. ഓക്കെ, കളർ ഇത് ഉണ്ടെന്നാ കളർ. ഇത് നീതോമ്മയ്ക്ക് എടുക്കാം, ഇത് അമ്മയ്ക്ക് എടുക്കാം അല്ലേ? വേണ്ട. പിന്നെ നമ്മള് മറ്റേ ഗ്രീൻ ആൻഡ് വയലറ്റ് അല്ലേ, സർപ്രൈസ്. ആ രണ്ട് കളർ സെലക്ട് ചെയ്തു. ചോദിച്ചിട്ടെടുത്തായിരുന്നു നമുക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. 2 സാരി വാങ്ങി, ഇനി ബാക്കിയുണ്ട്. പക്ഷെ ഭയങ്കര കൺഫ്യൂസ് ആവുന്നു. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഭയങ്കര കൺഫ്യൂസ് ആവും. കണ്ടോ, നൈസ്. എന്താ പറയാനുള്ളത്? കൊള്ളാം, നല്ലതാ. ഇല്ല, നോക്കണം, ഇനി ബാക്കി ഇനിയുണ്ട്. അങ്ങനെ നമ്മുടെ മദേഴ്സ് ഷോപ്പിംഗ് കഴിഞ്ഞു അല്ലെ? ഇനി ഡാഡ് മോം ഒക്കെ ഷോപ്പിംഗ് വേണം. അതിന് പോവാം അല്ലെങ്കിൽ ഡാഡ്സും ഷോപ്പിംഗ്, അച്ഛന്മാരുടെ ഷോപ്പിംഗ് ഉണ്ട്, അവിടെ തൊട്ട് നമ്മൾ പോകുന്നത്. ബ്രോ കേട്ടോ, ഷർട്ട് ബ്രാൻഡഡ് ആക്കാൻ നോർമലാ. ബ്രാൻഡ് സൈസ് 40 ഫോമലോ അതോ ക്യാഷലോ? ക്യാഷ്. ക്യാഷസ് ഉണ്ട്. ഓക്കെ. Hey guys. ഇങ്ങനെയുണ്ട് ഷർട്ട്. ഇങ്ങനെയുണ്ട്, നല്ലല്ല നല്ല അടിപൊളി ഷർട്ട്. അടുത്ത ട്രൈ ചെയ്തിട്ട് ഓക്കെ അല്ലേ? പക്ഷെ ആദ്യത്തെ അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എങ്ങനെയുണ്ടത്? ഇത് കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളി അല്ലല്ലേ? അപ്പം ഇതും ആദ്യത്തെ ആദ്യത്തെ എടുക്കാം. അത് ഇത് വേണ്ട. അപ്പം ആ ഗ്രീനോടെ ട്രൈ ചെയ്തേ. അത്രേ. ഓക്കെ, ഇതോടെ ഒന്ന് ട്രൈ ചെയ്യാം. വെഡിങ് സെക്ഷനിൽ വന്നു മെന്നിന്റെ. എന്റെ കസിന്റെ എൻഗേജ്മെന്റ് ഉണ്ട് ഈ വരുന്ന ഓണത്തിന്. അപ്പൊ അവന്റെ ഫ്യൂച്ചർ വൈഫ് ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായിട്ട് മാച്ച് ചെയ്യുന്ന വല്ല മെറ്റീരിയൽ ഉണ്ടോ നോക്കാം നമുക്ക് അല്ലേ? കൊള്ളാം, ഇവിടെ കളക്ഷൻ ഉണ്ട്. പിന്നെ 50% ഓഫും ഉണ്ട്. 50% ഓഫാണ്. ഉണ്ടോ? എല്ലാത്തിനും ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ ചോദിക്കും. പക്ഷെ പ്രശ്നമാകട്ടെ, യൂഷ്വലി ഞാൻ എപ്പോ ഓഫർ ഉണ്ടെന്ന് വന്ന് സാധനം മേടിക്കാൻ പോയാലും എനിക്ക് ഇഷ്ടപ്പെടുന്നതിന് ഓഫർ കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നോക്കണ്ടേ? ഇതെങ്ങനുണ്ട്? ചെറുക്കൻ അടിപൊളിയല്ലേ? ഞാനല്ലല്ലോ, ചെറുക്കനാണ്, കസിനാണ്. അവനിപ്പോ നാട്ടിലില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. അച്ഛനൊരു എന്താടോ സ്റ്റാർച്ച് ഉള്ള ടൈപ്പ് അല്ലേ? സ്റ്റാർച്ച് മുക്കുന്നേ. ഓക്കെ, അങ്ങനത്തെ എന്തോ ഡ്രസ് മെറ്റീരിയൽ വേണം. നമ്മൾ അതിന് വാങ്ങുക. മെറ്റീരിയൽസ് ഉണ്ട്. ജൂട്ട് യൂസ് ചെയ്യോ? അപ്പം ജൂട്ട് നോക്കാം. ഇത് വേണ്ട. ക്ലോത്ത്. ഇതാണ് ജൂട്ട്. മെറ്റീരിയൽ അറിയാം, പക്ഷെ
നല്ല ഷോറൂം ഇത്. നമ്മള് പോത്തീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ, പറയാൻ വിട്ടുപോയി, നമ്മള് തിരക്കായി പോയി. നമ്മള് പോത്തീസിൽ നിന്നൊക്കെ ഇറങ്ങി, എന്നിട്ട് നമ്മള് ജയലക്ഷ്മിയില് വന്നല്ലേ. ഓക്കെ, പിന്നെ ഇവിടുത്തെ ബില്ല് എത്രയാന്ന് പറയാം ഗൈസ്. ഞങ്ങള് കുറച്ച് തിരക്കായി പോയി അല്ലേ, സത്യം മറന്നു പോയതല്ല, ഇച്ചിരി തിരക്കായി പോയി. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നു. നമ്മളങ്ങനെ ദേവിക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. എനിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, ഇങ്ങനെ ഫ്രണ്ട് കണ്ടു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.